കടടു അടങ്ങി നിന്നൂടെ ഈ വയസ്സാം കാലത്ത് പള്ളലായി? അതായത് ഈ തള്ളക്ക് പള്ളയും വെച്ച് അടിങ്ങി ആൾക്ക് കുത്തിരുന്നൂടെ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? അങ്ങനെ ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്നത് തന്നെ പറയും. അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായി എന്റെ കാലി തീർക്ക്. ഞാൻ നല്ല ഒപ്പിച്ചു കൊടുക്കുക, ഞാൻ ഇങ്ങനെ പിരിയേറ്റുക. അങ്ങനെ പറഞ്ഞ ജമിയ ഓല് മറ്റേ പറഞ്ഞേക്കണ് തള്ള നല്ല പറഞ്ഞേ. തള്ളാന്നാ തള്ളല്. ഓരോരോ നാട്ടിൽ ഓരോരോ ഭാഷ. പറഞ്ഞോണേ പറഞ്ഞെടുത്തോ, അവിടെ പറയാണ്ടേ പറഞ്ഞോ. പറയാനൊന്നുമില്ലക്ക് നിങ്ങളൊക്കെ അത് പറയ്, എന്നാലല്ലേ മനസ്സിലാവും. ഹായ്, ഇന്നത്തെ വിഷയം ടി ടി ഫാമിലിയാണ്. വിസ്തരിച്ചിട്ട് പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? ഷെഫിയും ഷെമിയും. അപ്പോൾ ഞാൻ ഇതുവരെ ഒരു റിയാക്റ്റീവ് വീഡിയോ അവരതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ, യാദൃശ്ചികമായിട്ട് അവരെ വീഡിയോ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇങ്ങനെ കാണുമല്ലോ, അന്നേരം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പം അതിലുണ്ട് ഷെമി പറയുന്നുണ്ട് എന്നെ തള്ളേ തള്ളേ എന്ന് വിളിച്ചിട്ട് അപമാനിക്കുന്നത്. റീൽസിലെല്ലാം വന്നിട്ട് ഇങ്ങനെ കുഴഞ്ഞാടിയിട്ട് നടക്കുന്ന തള്ളേ നാണമില്ലേ, തള്ളേ അടങ്ങിയിരുന്നൂടെ, ഈ സമയത്ത് അടങ്ങിയിരുന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്നെല്ലാം. അപ്പം അതിന് ഉള്ളൊരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിലാണ്. പിന്നെ ഷെമിക്ക് പ്രായം കുറവ്, ഷെഫിക്ക് പ്രായം കൂടുതൽ, അങ്ങനെയെല്ലാം പറയുന്നത്. ഷെമിക്ക് പ്രായം കൂടുതൽ, ഷെഫിക്ക് പ്രായം കുറവ് അല്ലേ? ഇതിങ്ങനെ മാറിപ്പോവും, രണ്ടും ഷാ ഉള്ളത് കൊണ്ട് മാറിപ്പോവും കേട്ടോ. നമുക്ക് തന്നെ മാറുന്നല്ലേ പറയുമ്പോൾ. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ അടുത്ത് നമ്മളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരല്ല കേട്ടോ, ശരിക്കും സംഭവിച്ചൊരു കാര്യമാണ്. ശരിക്കും നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, പുരുഷന്മാർക്ക് വിവാഹ ബന്ധത്തിൽ കുറച്ച് വയസ്സ് നമ്മൾ വേണമെന്ന് പറയും അല്ലേ? അപ്പം അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, സ്ത്രീകൾക്ക് മെച്ചോർഡാവാൻ കുറച്ചും കൂടിയും ഇത് പിടിക്കും, താമസം പിടിക്കും. 30 വയസ്സിന് ശേഷമാണ് ശരിക്കും ഒരു മെച്ചോർഡായിട്ട് വരുന്നത് സ്ത്രീകൾ. പിന്നെ എന്താ എന്ന് വെച്ചാൽ, അതിപ്പം ഓരോരുത്തർ വിശ്വസിക്കുന്നതാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ആ വിശ്വാസം ഫലവത്തായി എന്നുള്ളത് മുസ്ലിംസിലല്ല ഹിന്ദുസിൽ നടന്നൊരു സംഭവമാണ്. ഒരു 10-15 വയസ്സിന് ഡിഫറെൻ്റ് ആയിട്ട് ഒരാൾ കല്യാണം കഴിച്ചു, സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ച് മക്കളുമായി. അയാൾക്കാണ് പ്രായം കുറവ്, ഈ സ്ത്രീക്ക് 15 വയസ്സിന് മൂത്തതായിരുന്നു ആ സ്ത്രീ. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ച് പിന്നെ വർഷങ്ങൾ കഴിഞ്ഞ് മക്കളുമായി അയാൾ പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ പൊതുവെ ഇവിടെ എല്ലാം ഒരു ചൊല്ലുണ്ട്, എന്ത്, കല്യാണ ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിൽ സ്ത്രീക്ക് പ്രായം കുറവ് വേണം, പുരുഷനെക്കാട്ടിലും സ്ത്രീക്ക് പ്രായം കൂടുതലായാൽ ആ പുരുഷന് ആയുസ് കുറവായിരിക്കും എന്നുള്ളത്. അപ്പം ഈ ഒരു മരണം കൂടി ആയ സ്ഥിതിക്ക് എല്ലാവരും അത് ഊട്ടി ഉറപ്പിച്ചു. അതുകൊണ്ടാണ് ആ സ്ത്രീക്ക് പ്രായം കൂടുതൽ കൊണ്ടാണ് ഇയാൾ ഇങ്ങനെ മരണപ്പെട്ടത് എന്നുള്ളതും കൂടി അവിടെ സംസാര വിഷയമായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത് എല്ലാവർക്കും എന്നില്ല, അത് ചിലപ്പം ആരോഗ്യ പ്രശ്നങ്ങളാവാം അല്ലേ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാവാം. അങ്ങനെയൊക്കെ ഓരോ ധാരണകൾ എന്ന് വേണമെങ്കിൽ പറയാം, അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഷെമി, ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു വിഷമം ഉള്ളിൽ താങ്ങിക്കൊണ്ട് തന്നെ എന്നാലും ചിരിച്ച മുഖത്തോടെ അതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് ഷെമി. ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ തള്ള തന്നെയാണ് എന്നാലും ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളത്. പിന്നെ ഞാൻ പറയട്ടെ, മനപ്പൊരുത്തമാണ് ഏറ്റവും വലിയത്. അവർക്ക് വരുന്ന നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളതാണ്. എനിക്ക് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, അവര് നല്ല മനപ്പൊരുത്തമുള്ള ദമ്പതിമാരാണ് അല്ലേ? പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ഇന്ന ആളെ കല്യാണം കഴിക്കണം, ഇന്ന ആളെ കൂടെ ജീവിക്കണം, നല്ല പൊരുത്തമാണ് മാനസികമായിട്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല മനപ്പൊരുത്തമാണ്, നല്ല എന്താ പറയുക, നല്ല സ്നേഹത്തിൽ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം. അവിടെയാണ് ആ ദാമ്പത്യം വിജയകരമാവുന്നത് അല്ലേ? നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇത്ര പ്രായമായാലോ, എത്ര അവനെക്കാട്ടിലും ഷെഫിനെക്കാട്ടിലും എത്ര പ്രായം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട് അത് അടിപൊളിയാണ്, എടുത്തു പറയേണ്ടതാണ്. അത് അടിപൊളിയാണ്. ആരെന്ത് പറഞ്ഞാലും ആയിക്കോട്ടെ, പ്രായം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരോട് കാണിക്കുന്ന ആ കെയറിങ്, എല്ലാവരും പറയും അത് വീഡിയോക്ക് വേണ്ടിയിട്ടാണ്, പക്ഷെ അങ്ങനെ തോന്നുന്നില്ല കേട്ടോ.
അങ്ങനെ വീഡിയോക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എത്ര നാള് അല്ലേ, അഭിനയിക്കുന്നത് എത്ര നാള്, അതിന് ഒരു കണക്കുണ്ട്. അഭിനയം അത്രയേ പിടിച്ചു നിൽക്കാൻ പറ്റുമോ കൂട്ടരെ? ഉള്ളിൽ നിന്ന് വരുന്ന ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അതെന്നും നിലനിൽക്കുന്നതും തന്നെയായിരിക്കും. അപ്പൊ അത് നമുക്ക്, കാരണം അവര് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പൊ എത്ര വർഷം ആയി അവര് വീഡിയോസ് ഇടുന്നത് നമുക്ക് നോക്കിക്കാണാം. അങ്ങനെ അഭിനയമാണെങ്കിൽ നമുക്ക് കാണാം. പിന്നെ വേറൊരു കാര്യം ഷെഫി പറഞ്ഞിട്ടുണ്ട്, അവന്റെ വീഡിയോസ് എല്ലാം എടുത്തിട്ട് ആരും റിയാക്ട് അതെല്ലാം ഞാനൊരു അവരെ വീഡിയോസിൽ നിന്ന് കാണാനിടവന്നതാണ്. അപ്പൊ അത് പറയാനുള്ള ഒരു ഇത് റൈറ്റ് ഷെഫിക്കില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവർ വീഡിയോ ഇടുന്നിടത്തോളം കാലം അത് റിയാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഒരു റൈറ്റ് നമുക്കും ഉണ്ട്. യൂട്യൂബേഴ്സിനുണ്ട്, റിയാക്ട് വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിനും അതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സംസാരങ്ങൾ വേണ്ട ഷെഫി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് വീഡിയോ ഇടാണ്ട് നിൽക്കുക. പിന്നെ പറയുന്നവരെന്തും പറയൂ അല്ലേ, ഈ പറയുന്നവരല്ല നമുക്ക് ചെലവിന് തരുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെങ്ങനെ ജീവിക്കണം, നമ്മൾ ആരുടെ കൂടെ ജീവിക്കണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് നമ്മളാണ്. പിന്നെ പറയുന്നവര് കണ്ണിലുള്ള കാഴ്ച എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ ജീവിക്കുന്നത് പോലത്തെ കാഴ്ചയാവില്ല അവര് കാണുന്നത്, വിപരീതമായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അതില് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ 30+ എല്ലാം കഴിഞ്ഞാൽ പോട്ടെ, 40+ കഴിഞ്ഞാൽ തന്നെ ഒരു സ്ത്രീക്ക് 30 കഴിഞ്ഞാലാണ് മെച്ചോർഡാകുന്നത്. അപ്പത്തേക്കെല്ലാം ഓരോ സ്ത്രീകൾക്കും 18-ലും 15 കഴിഞ്ഞ് 18-ലും 19-ലെല്ലാം കല്യാണം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് പിന്നെ ആ മക്കളെ നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് അതാകുന്ന പ്രായം ആണ്, പിന്നെ ജീവിതമാണ് ഓരോ സ്ത്രീയുടെയും. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോൾ പിന്നെ കെട്ടിയവർക്കൊരു മടുപ്പ് പോലെ ആവും. കാരണം ഇവള് കുട്ടികളെ നോക്കി അങ്ങനെ കഴിയുന്ന അവളെ അങ്ങനത്തെ ഒരു ഇതായിരിക്കും. ശരിക്കും ഞാൻ പറയട്ടെ, ഒരു 30 കഴിഞ്ഞാലാണ് സ്ത്രീക്ക് ജീവിക്കാനായിക്കോട്ടെ, മെച്ചോർഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലും അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ നമ്മുടെ അസ്ലാം മെർലിയാണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള വലിയ നോളജ് ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് അവൾക്ക് വിട്ടുകൊടുത്താണ്, അത് അവള് പറയും. എന്നാലും എനിക്ക് മനസ്സിലായ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്. 30+ ശേഷമാണ് സ്ത്രീകൾക്ക് എല്ലാ കാര്യവും കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ സ്ഥിതിക്ക് പിന്നെ ഷെമിനെ തള്ള എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ പ്രായമായി എന്ന് പറഞ്ഞാൽ അതിനോടൊന്നും ഒരു കാര്യമില്ല. കാരണം ശരിയായ പ്രായത്തിൽ തന്നെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ച് നല്ല നിലയിൽ ജീവിക്കുന്നത് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ അത് ശരിയല്ല, കാഴ്ചക്കാരുടെ മുമ്പിൽ അത് ശരിയല്ല ആയിരിക്കാം, ശരിയല്ലായിരിക്കാം. കാരണം ഇതാണ്, നമ്മളിപ്പോൾ ഒരു പെൺകുട്ടീനെ ഏറി വന്നാൽ ഇപ്പോഴത്തെ കാലത്ത് ഒരു 20 വയസ്സ് അല്ലേ, ഒരു 20 വയസ്സ് അതിലപ്പുറം ഇല്ല, അതിനുള്ളിൽ അല്ലെങ്കിൽ 22 വയസ്സിൻ്റെ ഉള്ളിൽ കല്യാണം കഴിക്കുന്ന മക്കളാവുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ എല്ലാമായി. അവൾ മകളായി, ഭാര്യയായി, അമ്മയായി അല്ലേ, എല്ലാം പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഒരു സ്ത്രീയുടെ ജീവിതം, ഒരു ജന്മം എന്ന് പറയുന്നത്. മക്കളായി തീർന്ന് അങ്ങനെ വിചാരിച്ചിരിക്കുന്നതാണ്. പക്ഷേ 30 കഴിഞ്ഞാലാണ് എല്ലാ കാര്യങ്ങളിലും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവള് അത്രയും മെച്ചോർഡായിട്ടും അത്രയും എല്ലാ കാര്യങ്ങളും അവളുടെ ഉള്ളിൽ വരുന്നത് 30+ ശേഷമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എത്ര പ്രായം എന്ന് നിങ്ങൾ പറഞ്ഞാലും 40+ അല്ലേ ഷെമിക്ക്. അപ്പൊ അത് ആസ്വദിക്കട്ടെ. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഷെമിക്ക് ആസ്വദിക്കാനുള്ള ഒരു ടൈമാണ്. അപ്പൊ ആസ്വദിക്കട്ടെ. പിന്നെ നെഗറ്റീവ് പറയുന്നവരെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടും കാണികൾക്ക് പല കാഴ്ചകളായിരിക്കും. പറയുന്നവര് അങ്ങ് നെവർ മൈൻഡ്, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഞം തരുന്നത് ഇങ്ങനെ വന്നിട്ട് നൊടിയുന്നവരല്ല. അപ്പം അതുകൊണ്ട് അതിന് വലിയ പ്രസക്തി ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് അവരുടെ ലൈഫ് കണ്ടിട്ട് ഒന്നും തോന്നിയില്ല. കാരണം അവന് ഇഷ്ടപ്പെട്ടിട്ടല്ലേ, അത്രയേ ഉള്ളൂ പറയാൻ.
അതിപ്പോ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അമ്മയാണോ അല്ലെങ്കിൽ പ്രായം തന്നേക്കാൾ പ്രായം കൂടിയവളാണോ എന്നൊന്നും ഇല്ല. അവർക്ക് മനസ്സിൽ കയറി പറ്റിയാൽ, ഒരു ഇഷ്ടം വന്നു കഴിഞ്ഞാൽ അങ്ങനെയുണ്ട്. പുരുഷന്മാരുടെ ഒരു ഫിലോസഫി എന്ന് പറഞ്ഞാൽ അങ്ങനെയുണ്ട്. അന്നേരം ആ പ്രായത്തിനായിക്കോട്ടെ, അല്ലെങ്കിൽ അവർ വേറെ മക്കളാണെന്നോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒന്നും നോക്കൂല. അവരുടെ മനസ്സിൽ ആ സ്ത്രീയെ പറ്റിയിട്ട് ഇവിടെ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിനും പ്രസക്തിയില്ല അതിൽ ഉള്ളതാണ്. പിന്നെ അവർ ഒരുമിച്ചിട്ട് ജീവിക്കും എന്നുള്ളതാണ്. പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ബാക്കിയുള്ളത് എന്ത്? അപ്പൊ അതുകൊണ്ട് ജീവിക്കട്ടെ, എന്തായാലും കല്യാണം കഴിച്ച് മക്കളായി ജീവിക്കട്ടെ, പറയുന്നവരെന്തോ പറഞ്ഞോട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഇതിലെനിക്ക് ഇത് മാത്രമാണ് പറയാന്. ഇതല്ലെങ്കിൽ വേറെയും പറഞ്ഞു വരുന്ന ആൾക്കാരുണ്ടാവും. അവര് തമ്മിൽ ഇപ്പൊ പിരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല നിലയിലല്ലേ ജീവിക്കുന്നേ. അപ്പൊ അത് ആത്മാർത്ഥ സ്നേഹം തന്നെയല്ലേ, പ്രണയം തന്നെയല്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തായാലും നല്ല നിലയിൽ ജീവിക്കട്ടെ അല്ലേ. എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ആക്കിയതാണ് കേട്ടോ. എനിക്ക് കുറച്ച് ഇതിനെ പറ്റിയിട്ട് കുറച്ച് പറയാനുണ്ടായിരുന്നു. കുറച്ച് കാലമായിട്ട് അവരെ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരുപാട് പേര് നെഗറ്റീവ്സ് ഇട്ടപ്പോൾ വല്ലാത്ത എന്തോ ഒരു വിഷമം ഇങ്ങനെ തോന്നിപ്പോയി. പിന്നെ എന്താന്ന് പറഞ്ഞാൽ എല്ലാ കാര്യവും പേഴ്സണലായിട്ട് ഓരോരോ കാര്യങ്ങളും വന്നിട്ട് പബ്ലിക്കിൽ ഇടുന്നത് അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അതൊന്നും ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാനുള്ളതല്ല. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തു, പബ്ലിക്കിൽ വന്നിട്ടു, അങ്ങനെയൊക്കെ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ വന്ന ഒരു ഫാമിലിയാണ് അതല്ലേ. അപ്പം അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഓരോരുത്തർ വ്യക്തിപരമായിട്ടുള്ള അവർക്ക് എന്തിടണം, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അവരെന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അത് അവരുടെ ചോയ്സാണ്, നമുക്കൊന്നും പറയാനില്ല. അപ്പം എൻ്റെ ഈ ഒരു അഭിപ്രായം അത് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പറയണം തോന്നി. ഇൻഷാ അല്ലാഹ്.